ഈശ്വമിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 62. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26ഉം 27ഉമാണ് നാം ഇന്ന് വായിക്കുന്നത്. അഗ്രിപ്പോ രാജാവിനുള്ള പൗലോസിന്റെ ധീരമായ വിശ്വാസ പ്രഖ്യാപനവും റോമായിലേക്കുള്ള യാത്രയിലെ കടൽക്ഷോഭവും ദൈവിക സംരക്ഷണവും ഇന്നത്തെ വായനയിൽ വിവരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 26. പൗലോസിന്റെ ന്യായവാദം. അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, നിന്റെ കാര്യം വാദിക്കാൻ നിനക്ക് അനുവാദമുണ്ട്. അപ്പോൾ പൗലോസ് കൈനീട്ടിക്കൊണ്ട് വാദിച്ചു, അഗ്രിപ്പ രാജാവേ, യഹൂദർ എന്റെ മേൽ ആരോപിക്കുന്ന എല്ലാറ്റിനെയും കുറിച്ച് ഇന്ന് ഞാൻ വാദിക്കുന്നത് നിന്റെ മുമ്പിലായതിൽ ഞാൻ അനുഗ്രഹീതനാണെന്ന് കരുതുന്നു. വിശിഷ്യ യഹൂദരുടെ ഇടയിലുള്ള എല്ലാ ആചാരങ്ങളും വിവാദങ്ങളും നിനക്ക് അറിവുള്ളതാകിയാൽ എന്നെ ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. യൗവനം മുതലുള്ള എന്റെ ജീവിത രീതി ആദ്യം മുതൽ എന്റെ ജനത്തിനിടയിലും ജെറുസലേമിലും സംഭവിച്ചത് എല്ലാ യഹൂദർമാർക്കും അറിയാം. ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും കർക്കശമായ വിവാഹത്തിൽപ്പെട്ട ഫരിസേയനായാണ് ഞാൻ വളർന്നതെന്നും ഏറെക്കാലമായി അവർക്കറിവുള്ളതാണ്. മനസ്സുണ്ടെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ വിസ്തരിക്കപ്പെടുന്നതാകട്ടെ ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചതുകൊണ്ടാണ്. ഞങ്ങളുടെ 12 ഗോത്രങ്ങളും രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. രാജാവേ, അതേ പ്രത്യാശയെക്കുറിച്ചാണ് ഞാൻ യഹൂദരാൽ കുറ്റാരോപിതനാകുന്നത്. മരിച്ചവരെ ദൈവം ഉയർപ്പിക്കുമെന്നത് അവിശ്വസനീയമായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട്? നസ്രായനായ യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ടെന്ന് ഒരിക്കൽ ഞാൻ തന്നെയും ചിന്തിച്ചിരുന്നു. ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരം സ്വീകരിച്ച് വിശുദ്ധരിൽ അനേകരെ ഞാൻ തടവിലാക്കുകയും അവർ വധിക്കപ്പെട്ടപ്പോൾ അവർക്കെതിരെ കുറിയിടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്കപ്പോഴും സിനഗോഗ് തോറും ചെന്ന് അവരെ ശിക്ഷിച്ചുകൊണ്ട് ദൈവദൂഷണം പറയാൻ നിർബന്ധിച്ചു. അവർക്കെതിരെ ജ്വലിക്കുന്ന കോപത്തോടെ അന്യനഗരങ്ങളിലും അവരെ പീഡിപ്പിച്ചു. മാനസാന്തര കഥ ആവർത്തിക്കുന്നു. ഇത് സംബന്ധിച്ച് പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ ദമാസ്കസിലേക്ക് പുറപ്പെട്ടു. അല്ലയോ രാജാവേ, മധ്യാഹ്നമായപ്പോൾ വഴിമധ്യേ ആകാശത്ത് നിന്ന് സൂര്യപ്രഭയാൽ വെല്ലുന്ന ഒരു തേജസ് എന്റെയും സഹായത്തിന്റെയും ചുറ്റും പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളെല്ലാവരും നിലം പതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് കഷ്ടം. ഞാൻ ചോദിച്ചു, കർത്താവേ, നീ ആരാണ്? കർത്താവ് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നീ എന്നെപ്പറ്റി കണ്ടതിനും ഞാൻ നിനക്ക് കാണിച്ചു തരാനിരിക്കുന്നതിനും സേവകനും സാക്ഷിയുമായി നിന്നെ നിയമിക്കാനാണ്. നിന്നെ ഞാൻ ജനത്തിൽ നിന്നും ജനതകളിൽ നിന്നും മോചിപ്പിച്ച് അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയുവാനും പാപമോചനം സ്വീകരിക്കുവാനും എന്നുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് അവകാശം ലഭിക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഈ സ്വർഗീയ ദർശനത്തിനോട് ഞാൻ അനുസരണമില്ലാത്തവനായി ഇരുന്നിട്ടില്ല. പ്രത്യുത ആദ്യം ദമാസ്കസിലുള്ളവരോടും പിന്നെ ജെറുസലേമിലും യൂദയ ദേശം മുഴുവനിലും ഉള്ളവരോടും ജനതകളോടും അവർ മാനസാന്തരപ്പെടണമെന്നും മാനസാന്തരത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയണമെന്നും പ്രസംഗിക്കുക അത്രേ ഞാൻ ചെയ്തത്. ഇവയിലാണ് യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടികൂടുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇന്ന് വരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് വലിയവരുടെയും ചെറിയവരുടെയും മുൻപിൽ സാക്ഷി നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും. സംഭവിക്കേണ്ടവയെ പറ്റി പ്രവാചകന്മാരും മോശയും പറഞ്ഞിട്ടുള്ളതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ക്രിസ്തു പീഡ സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നവരിൽ പ്രഥമനായി ജനത്തോടും ജനതകളോടും പ്രകാശം വിളമ്പുകയും വേണം. ശ്രോതാക്കളുടെ പ്രതികരണം. ഇവൻ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കെ ഫെസ്തുസ് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, പൗലോസ്, നിനക്ക് ഭ്രാന്താണ്. നിന്റെ വലിയ അറിവ് നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, അതിശ്രേഷ്ഠനായ ഫെസ്തുസ്, ഞാൻ ഭ്രാന്തനല്ല. ഞാൻ സത്യത്തിന്റെയും സുബോധത്തിന്റെയും വാക്കുകളാണ് പ്രഖ്യാപിക്കുന്നത്.
ഇക്കാര്യങ്ങളെപ്പറ്റി രാജാവിന് അറിയാം. ഞാൻ വെട്ടിത്തുറന്ന് പറയുകയാണ്, ഇവയിൽ എന്തെങ്കിലും അവന്റെ ശ്രദ്ധയിൽപ്പെടാമെന്ന് എന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ ഇത് ഏതോ ഒരു കോണിൽ നടന്നില്ല. അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, ക്ഷണനേരം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാനാമെന്ന് നീ ചിന്തിക്കുന്നു. പൗലോസ് പറഞ്ഞു, ക്ഷണനേരം കൊണ്ടോ അല്ലാതെയോ നീ മാത്രമല്ല, എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലകൾ ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. രാജാവും ദേശാധിപതിയും ബെർണിക്കയും അവരോടൊപ്പം ഇരുന്നവരും എഴുന്നേറ്റു. അവർ പിൻവാങ്ങുമ്പോൾ പരസ്പരം പറഞ്ഞു, മരണമോ വിലങ്ങോ അർഹിക്കുന്നതൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അഗ്രിപ്പ ഫെസ്തുസിനോട് പറഞ്ഞു, സീസന്റെ മുമ്പാകെ ഉപരിവിചാരണ ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇവനെ മോചിപ്പിക്കാമായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 27. റോമായിലേക്ക് കപ്പൽ യാത്ര. ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനമുണ്ടായി. പൗലോസിനെയും മറ്റു ചില തടവുകാരെയും സെബാസ്തേ സൈന്യവിഭാഗത്തിന്റെ ശതാധിപനായ ജൂലിയോസിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ അദ്രാമത്യാത്തിൽ നിന്നുള്ള ഒരു കപ്പലിൽ കയറി. അത് ഏഷ്യയുടെ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. തെസ്സലോനിക്ക നിവാസിയായ മക്കോദോനിയക്കാരൻ അരിസ്തോർക്കസും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ സീദോനിൽ ഇറങ്ങി. പൗലോസിനോട് ജൂലിയോസ് ദയാപൂർവം പെരുമാറുകയും സ്നേഹിതരുടെ അടുക്കൽ പോകുന്നതിനും അവരുടെ ആതിഥ്യം അനുഭവിക്കുന്നതിനും അനുവദിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ സൈപ്രസിന്റെ മറപറ്റിയാണ് പോയത്. കിലിക്കായുടെയും പാംഫിലിയായുടെയും അടുത്തുള്ള സമുദ്രഭാഗങ്ങൾ കടന്ന് ഞങ്ങൾ ലിക്കിക്കായിലെ മീറായിലെത്തി. അവിടെ ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ കണ്ട് ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി. ഞങ്ങൾ കുറെ ദിവസം മന്ദഗതിയിലും പ്രയാസപ്പെട്ടും യാത്ര ചെയ്ത് കിനോദോസിനെതിരെ എത്തി. മുന്നോട്ടു പോകാൻ കാറ്റ് അനുവദിക്കാകയാൽ സൽമാനയുടെ എതിർവശത്തിലൂടെ ക്രേത്തയുടെ മറപറ്റി നീങ്ങി. അതിന്റെ തീരത്തിനടുത്തുകൂടെ പ്രയാസപ്പെട്ട് കപ്പലോടിച്ച് ശുഭതുറമുഖങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അതിനടുത്താണ് ലാസായിയ പട്ടണം. വളരെയേറെ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അപ്പോൾ കപ്പൽ യാത്ര ചെയ്യുന്നത് അപകടകരമായിരുന്നു. ഉപവാസകാലവും കടന്നുപോയിരുന്നു. പൗലോസ് അവരെ ഉപദേശിച്ചു, മാന്യരെ, നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെയല്ല കപ്പിത്താനെയും കപ്പലുടമയാണ് കടക്കിലെടുത്തത്. ആ തുറമുഖം ശീതകാലം ചിലവഴിക്കാൻ പറ്റിയതല്ലാത്തതിനാൽ അവിടുന്ന് പുറപ്പെട്ട് കഴിയുമെങ്കിൽ ഫീനിക്സിലെത്തി ശീതകാലം അവിടെ കഴിക്കണമെന്ന് മിക്കവരും ആഗ്രഹം പ്രകടിപ്പിച്ചു. ക്രേത്തയിലെ ഈ തുറമുഖത്തിന്റെ വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ഭാഗങ്ങൾ കടലിലേക്ക് തുറന്നു കിടന്നിരുന്നു. കൊടുങ്കാറ്റും കപ്പൽ നാശവും. തെക്കൻ കാറ്റ് മന്ദമായി വീശി തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഉദ്ദേശം സാധ്യതപ്രായമായി എന്ന ചിന്ത അവർ നങ്കൂരമുയർത്തി. ക്രോധത്തോടെ കൊടുങ്കാറ്റും കപ്പൽ നാശവും. തെക്കൻ കാറ്റ് മന്ദമായി വീശി തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഉദ്ദേശം സാധ്യതപ്രായമായി എന്ന ചിന്തയോടെ അവർ നങ്കൂരമുയർത്തി. ക്രേത്തയുടെ തീരം ചേർന്ന് കപ്പലോടിച്ചു. എന്നാൽ പൊടുന്നനെ ഏവുറാഗിലോ എന്ന് വിളിക്കപ്പെടുന്ന ചുഴലിക്കാറ്റ് അതിനെതിരെ ആഞ്ഞടിച്ചു. കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. കാറ്റിനെ എതിർത്ത് നിൽക്കാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ അതിന് വഴങ്ങിക്കൊടുത്തു. അതിന്റെ ഗതിക്കനുസരിച്ച് നീങ്ങി. കൗദ എന്ന് വിളിക്കപ്പെടുന്ന ചെറുദ്വീപിന്റെ മറപറ്റി ഓടുമ്പോൾ ക്ലേശിച്ച് രക്ഷാനൗക നിയന്ത്രണാധീനമാക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അവർ അത് എടുത്തുയർത്തി കപ്പലിനോട് ചേർത്തു കെട്ടിയുറപ്പിച്ചു. സിർത്തിസിന്റെ മണൽത്തിട്ടയിൽ കപ്പൽ ഉറപ്പിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു. കപ്പൽ പായകൾ താഴ്ത്തി. അങ്ങനെ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഗ്രമായി ആടി ഉലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിലെറിഞ്ഞു ഭാരം കുറച്ചു. മൂന്നാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു. കുറെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റടിച്ചിരുന്നതിനാൽ ഞങ്ങൾക്കും രക്ഷപ്പെടാമെന്ന എല്ലാ പ്രതീക്ഷയും നശിച്ചു. ഏറെ ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ പൗലോസ് അവരുടെ മധ്യേ എഴുന്നേറ്റെന്ന് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതായിരുന്നു. ക്രേത്തയിൽ നിന്ന് യാത്ര തിരിക്കാനേ പാടില്ലായിരുന്നു. എങ്കിൽ ഈ നഷ്ടവും അപകടവും ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു. കപ്പൽ തകർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി ഉണ്ടാകുകയില്ല. എന്നാൽ
എന്റെ ഉടയവനും ഞാൻ ആരാധിക്കുന്നവനുമായ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടേണ്ട. സീസറിന് മുമ്പിൽ നീ നിൽക്കുക തന്നെ വേണം. ഇതാ, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരെയും ദൈവം നിനക്ക് വിട്ടുതന്നിരിക്കുന്നു. അതിനാൽ മനുഷ്യരെ ധൈര്യത്തോടെ ഇരിക്കുവിൻ, കാരണം എന്നോട് പറഞ്ഞ പോലെ സംഭവിക്കും എന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു ദ്വീപിൽ ചെന്ന് പറ്റേണ്ടത് ആവശ്യമാണ്. 14-ാമത്തെ അർദ്ധരാത്രിയിൽ അദ്രിയാക്കടലിലൂടെ ഞങ്ങൾ ഒഴുകി നീങ്ങുമ്പോൾ അർദ്ധരാത്രിയോടെ തങ്ങൾ കരയെ സമീപിക്കുകയാണെന്ന് നാവികർക്ക് തോന്നി. അവർ ആഴമളന്നപ്പോൾ 20 ആൾ താഴ്ചയെന്ന് കണ്ടു. കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും അളന്നപ്പോൾ 15 ആൾ താഴ്ചയെന്ന് കണ്ടു. കപ്പൽ പാറക്കെട്ടിൽ ഉറച്ചു പോയെങ്കിലോ എന്ന് ഭയന്ന് അവർ അമരത്തുനിന്ന് 4 നങ്കൂരങ്ങൾ ഇറക്കിയിട്ട് പ്രഭാതമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാവികർ കപ്പലുപേക്ഷിച്ച് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ട് കപ്പലിന്റെ അണിയത്തു നിന്ന് നങ്കൂരമിറക്കാനെ ഫാവനെ രക്ഷാനൗക കടലിലിറക്കി. പൗലോസ് ശതാധിപതിയോടും ഭടന്മാരോടും പറഞ്ഞു, ഇവർ കപ്പൽ തന്നെ നിൽക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭടന്മാർ രക്ഷാനൗകയുടെ കയർ മുറിച്ച് അത് കടലിലേക്ക് ഇറക്കി. പ്രഭാതമാകാറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ 14 ദിവസമായി വീർപ്പുമുട്ടി ഒന്നും ഭക്ഷിക്കാതെ കഴിഞ്ഞു പോരുകയാണല്ലോ. അതിനാൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്കും രക്ഷയാകും. നിങ്ങൾ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെയും മുൻപാകെ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചിട്ട് മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി. അവരും ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകെ 276 പേർ ഉണ്ടായിരുന്നു. മതിയാവോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗോതമ്പ് കടലിലേക്ക് എറിഞ്ഞ് കപ്പലിന് ഭാരം കുറച്ചു. പ്രഭാതമായിട്ടും അവർ സ്ഥലം തിരിച്ചറിഞ്ഞില്ല. എങ്കിലും മണൽ തീരത്തോടു കൂടിയ ഒരു ഉൾക്കടൽ ശ്രദ്ധയിൽപ്പെട്ടു. കഴിയുമെങ്കിൽ അവിടെ കപ്പൽ അടുപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അവർ നങ്കൂരങ്ങൾ അറുത്ത് കടലിൽ തള്ളി. പെട്ടെന്ന് ചുക്കാൻ ബന്ധിച്ചിരുന്ന കയറുകളും അയച്ചു. കാറ്റിനനുസരിച്ച് പായ ഉയർത്തിക്കെട്ടി തീരത്തേക്ക് തിരിച്ചു. ഇരുവശങ്ങളിലും കടലുള്ള ഒരു സ്ഥലത്തേക്ക് കയറി. കപ്പൽ മണ്ണിലുറച്ച് നിശ്ചലമായി. അണിയും തറഞ്ഞ് ഇളക്കാൻ പറ്റാത്തതായി. അമരം തിരമാലകളുടെ ശക്തിയാൽ തകർന്നുപോയി. തടവുകാർ നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്നായിരുന്നു ഭടന്മാരുടെ തീരുമാനം. പൗലോസിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ശതാധിപൻ അവരെ ആ ഉദ്യമത്തിൽ നിന്ന് തടഞ്ഞു. നീന്താൻ കഴിവുള്ളവർ ആദ്യം ചാടിയും ബാക്കിയുള്ളവർ പലകകളിലോ കപ്പലിന്റെ കഷ്ണങ്ങളിലോ പിടിച്ച് കരപറ്റാൻ അവർ ആജ്ഞാപിച്ചു. അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ പതറാതെ ദൈവഹിതത്തിൽ വിശ്വസിക്കുക. അവിടുന്ന് നമ്മെ സുരക്ഷിത തീരത്തെത്തിക്കും. ദൈവത്തിന് മഹത്വം.